സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ മുന്നണികൾക്ക് ആശങ്ക. ജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളിൽ സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചിടിപ്പുണ്ട്. സംസ്ഥാനത്ത് 71.16% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്ന കണക്ക്. 2019 രേഖപ്പെടുത്തിയതിനേക്കാൾ 6% വോട്ട് കുറവാണ് ഇത്. 20 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. തിളക്കമാർന്ന വിജയം നേടും എന്നാണ് LDFന്റെ പ്രതീക്ഷ. തൃശൂരിലും തിരുവനന്തപുരത്തും താമര വിരിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഞങ്ങൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. 20 സീറ്റും കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ജനങ്ങൾ വളരെ ആവേശം പ്രകടമായിരുന്നു, വളരെ വലിയ ആവേശം പ്രകടമായിരുന്നു. ഞങ്ങളുടെ വോട്ടുകളൊക്കെ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തി പോളിംഗ് സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒരു 90% വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് നല്ല വിജയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000-നോടടുത്ത അടുത്ത വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ 6% വോട്ടിംഗ് കുറഞ്ഞതിന്റെ കാരണം എന്താകാം എന്നാണ് 3 മുന്നണികളുടെയും പ്രാഥമികമായ വിലയിരുത്തൽ? വേണു, ഈ തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷ വയ്ക്കുമ്പോഴും ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവാണ് പ്രധാനപ്പെട്ട ആശങ്കയായി പറയുന്നത്. ഈ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിനോളം പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയായിരുന്നു 3 മുന്നണികൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ചില ഘടകങ്ങൾ പോളിംഗ് ശതമാനം കുറച്ചു എന്നതാണ് മുന്നണികൾ പറയുന്നത്. അതൊന്ന് പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ മുന്നണികൾക്ക് ഉണ്ട്. മറ്റൊന്ന്, ഈ വോട്ടിംഗ് മെഷീനിലുണ്ടായ തകരാറുകൾ, ഒപ്പം ഈ വോട്ടിംഗ് സമയത്തിൽ ഒരുപാട് കാലതാമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല, എത്തിയ ചില ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങി എന്നുള്ള വിലയിരുത്തലുകൾ അടക്കം നിലവിൽ മുന്നണികൾക്ക് ഉണ്ട്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 71.16% നിലവിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആകെ പോളിംഗ്. ഇനി വീട്ടിലെ വോട്ടും തപാൽ വോട്ടുകളുമാണ് പരിഗണിക്കാനുള്ളത്. ഇതുകൂടി ചേർക്കുമ്പോൾ തന്നെ 73% അടുക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണ് എങ്കിൽ 2014 തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിനോട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനവും എത്തും. പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏത് തരത്തിൽ ബാധിക്കുമെന്നൊരു ആശങ്ക നിലവിൽ ഓരോ മുന്നണികൾക്കുമുണ്ട്. കാരണം ഈ ഓരോ പാർട്ടികൾക്കും മേൽക്കൈയുള്ള ചില മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ പോലും 80% മുകളിൽ പോളിംഗ് എത്തിയില്ല എന്നതും ഈ തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ സമുദായ വോട്ടുകൾ എത്രത്തോളം ആർക്കൊക്കെ പോകും, ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്ക് മറിയും എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ കൃത്യമായൊരു കണക്ക് കൂട്ടൽ രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ മുന്നണികൾക്ക് ഉള്ളത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് LDFും UDFും ഒപ്പം NDAയും ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീനിലെ അടക്കം ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്ന് ഇവർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ പൂർണ്ണമായും തള്ളുന്ന ഒരു വിശദീകരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പം മുമ്പ് ഇറക്കിയ വാർത്താക്കുറിപ്പിലും ഈ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. വടകരയിലെ ചില ബൂത്തുകളിൽ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് സമയം കൂടുതൽ വൈകാനുള്ള കാരണം. 8 ബൂത്തുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൂടുതൽ ആളുകൾ വൈകിട്ടോടുകൂടി ഒരുമിച്ച് വോട്ട് ചെയ്യാൻ എത്തിയത് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ പോലും വിജയപ്രതീക്ഷ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുകയാണ് 3 മുന്നണികളും. വേണം പ്രതീക്ഷ, ഈ ഉയർന്ന ചൂട്, അതുപോലെ തന്നെ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വന്നപ്പോൾ മടുത്ത് വോട്ടർമാർ മടങ്ങിപ്പോയിട്ടുണ്ടാകാം. ഇതെല്ലാം എല്ലാ മുന്നണികളുടെയും നേതാക്കന്മാർ ഇതിനോടകം പ്രതികരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയരുന്നതുമാണ്. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം എന്താണ്? ആളുകൾക്ക് യഥാസമയം ഒന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നതിൽ തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ?
വേണു, ഈ തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറി നടന്നു എന്നതാണ് കോൺഗ്രസ് അടക്കം ആരോപിക്കുന്ന കാര്യം. പക്ഷേ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്നുണ്ട്. കാരണം ഈ സാധാരണഗതിയിൽ 7 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയാണ് ഒരാൾ വോട്ട് ചെയ്ത് മടങ്ങാൻ എടുക്കുന്ന സമയം. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ പ്രായമായവരൊക്കെ തന്നെ ഈ വോട്ട് ചെയ്ത് മടങ്ങുന്ന സമയം 1 മിനിറ്റിൽ കൂടുതൽ എടുത്തു എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതൊരു കാലതാമസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മുൻപരിചയമുള്ളവരും മുൻപരിചയമില്ലാത്തവരുമായ ഉദ്യോഗസ്ഥരാണ് ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ചില ബൂത്തുകളിലടക്കം കള്ളവോട്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ കൂടുതൽ ജാഗ്രത പാലിച്ചു. അതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സമയത്തിലുണ്ടായ ചില കാലതാമസം എന്നും തിരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നുണ്ട്. ഈ വടകര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായ അത് പരിഹരിക്കുമെന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ സഞ്ജയ് കൗൾ അറിയിച്ച ഒരു കാര്യം. മറ്റൊന്ന് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ വോട്ടിംഗ് മെഷീനിൽ കാര്യമായ ഒരു തകരാർ ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 6% ഈ വോട്ടിംഗ് മെഷീനിലെ തകരാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇത്തവണ ഈ വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. വേണം. ശരി, വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്ക. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.